ഇന്ത്യൻ സേനയുടെ ഭാഗമാവാൻ ഫാർമസിസ്റ്റുകൾക്കും അവസരം. ജോയിൻ ഇന്ത്യൻ നേവി ആസ് ഫാർമസിസ്റ്റ്. വെൽക്കം ടു ഫാർമാകിഡ് ബൈ അഞ്ജന. ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് INCET 1/2025 അഡ്വർടൈസ്മെൻറ്റിലാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫാർമസിസ്റ്റിൻ്റെ വാക്കൻസികൾ വെസ്റ്റേൺ നേവൽ കമാൻഡ്, സദേൺ നേവൽ കമാൻഡ്, ആൻഡമാൻ നിക്കോബാർ കമാൻഡിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 6 വാക്കൻസികളാണ് നിലവിൽ ഉള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി BPharm കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ ശേഷം 2 വർഷം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. BPharm ഗ്രാജുവേറ്റ്സിന് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടില്ല. BPharm ആയാലും ഡിപ്ലോമ ആയാലും കമ്പ്യൂട്ടറിലുള്ള നോളജ് അത്യാവശ്യമാണ്. ഫാർമസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റോറിംഗ് മെഡിസിൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് മെഡിസിൻ, മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, മേക്കിംഗ് ഇൻഡെൻറ്റ് ആൻഡ് എനി അതർ വർക്ക് അസൈൻഡ് ബൈ സുപ്പീരിയർ അതോറിറ്റി ആണ്. എക്സാമിൻ്റെ സിലബസ് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയവയാണ്. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. മേൽ പറഞ്ഞ സബ്ജക്ട്സ് എല്ലാം 25 മാർക്ക് ഈച്ച് വെച്ചിട്ട് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. ക്വാളിഫൈങ് മാർക്സ് മിനിമം URന് 35%, OBC EWS 30%, അതർ കാറ്റഗറീസിന് 25% വേണ്ടുന്നത്. ഏജ് പറയുന്നത് ഫാർമസിസ്റ്റിന് ബിറ്റ്വീൻ 18 to 27 ഇയേഴ്സ് ആണ്. ഏജ് റിലാക്സേഷൻ ബാക്കിയുള്ള എക്സാംസ് പോലെ ഇവിടെയും ഉണ്ട്. 2025 ജൂലൈ 5 രാവിലെ 10 മണി തൊട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 18 ജൂലൈ 2025 ആണ്. രാത്രി 11:59 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ ഫാർമസി റിലേറ്റഡ് വാക്കൻസി അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺഡ് വിത്ത് ഫാർമാകിഡ് ബൈ അഞ്ജന.